നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. ഒരു കാലഘട്ടം വരെ ബോഡി ഷെയ്മിങ്ങിലൂടെ ആസ്വാദനം കണ്ടെത്തിയിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. കറുത്തത്, ഉയരക്കുറവ്, വണ്ണക്കൂടുതൽ, വണ്ണക്കുറവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു സമയത്തായിട്ട് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈം എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ബോഡി ഷെയിം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടിക്ക് വരെ ഇപ്പം നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസിൽ അനിമോളും ഗിസേലും തമ്മിലുള്ളൊരു ഡിസ്കഷനിൽ അനിമോൾക്ക് ഹൈറ്റ് കുറവാണ്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഗിസേൽ അനിമോളിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പം ആ ഒരു ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരാൾക്ക് ഒരു ഹൈറ്റ് കുറഞ്ഞു പോകുന്നതോ നിറം കുറഞ്ഞു പോകുന്നതോ അതൊന്നും ആ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ളൊരു കുറ്റമല്ല. നമുക്കൊക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു ജെനറ്റിക് അല്ലെങ്കിൽ സ്വന്തം കിട്ടുന്ന ഒരു നേച്ചറുണ്ട്. അത് പറഞ്ഞ് ഒരാളെ ഇൻസൾട്ട് ചെയ്ത് വേദനിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അനിമോൾ അത് റിയാക്റ്റ് ചെയ്തു. ഈ ഹൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും പുള്ളിക്കാരിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളാകെ ഇമോഷണലായി നല്ല രീതിയിൽ കരയാൻ അല്ലെങ്കിൽ എന്താ പറയുക അവിടെ ഒരു സീൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യത്തിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കുക, നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യുക, നമുക്ക് സെൽഫായിട്ട് മാക്സിമം ഇമോഷണൽ ഫീലിങ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.